ഗാസയിൽ 42 ദിവസത്തെ വെടിനിർത്തൽ ഞായറാഴ്ച മുതൽ 15 മാസത്തിന് ശേഷം ഗാസയ്ക്ക് ആശ്വാസം. ആഹ്ലാദ പ്രകടനം നടത്തി പലസ്തീൻ ജനത. കരാർ അന്തിമമാക്കുന്നതിന് തൊട്ടുമുമ്പും ആക്രമണം നടത്തി ഇസ്രായേൽ. 24 മണിക്കൂറിനിടെ 62 മരണം. വയനാട് DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യാ കേസ് അന്വേഷണത്തിന് ക്രൈംബ്രാഞ്ച്. 3 വഞ്ചനാ കേസുകളിൽ അന്വേഷണം ഏറ്റെടുക്കും. IC ബാലകൃഷ്ണൻ MLA അടക്കമുള്ളവരുടെ ജാമ്യ ഹർജിയിൽ വാദം തുടരുന്നു. നിയമസഭാ സമ്മേളനത്തിന് നാളെ തുടക്കം. പെരിയ കേസിലെ വിധിയുടെയും PV അൻവറിന്റെ രാജിയുടെയും ആഘാതത്തിൽ CPIM. പ്രതിപക്ഷത്തെ പ്രതിരോധത്തിലാക്കാൻ IC ബാലകൃഷ്ണന്റെ രാജി ആവശ്യം ഉയർത്തും. വിവാദത്തിന് ഇട നൽകാതെ നയപ്രഖ്യാപനത്തിൽ ഒപ്പിട്ട് ഗവർണർ അലേക്കർ. കേരളത്തിന്റെ സ്വപ്ന സാക്ഷാത്കാരമായി എയർ കേരള ജൂണിൽ പറന്നുയരും. ആദ്യ സർവീസ് കൊച്ചിയിൽ നിന്ന് 5 വിമാനങ്ങൾ വാടകയ്ക്കെടുത്ത് ഒരുക്കങ്ങൾ അതിവേഗം. തുടക്കത്തിൽ നടത്തുക ആഭ്യന്തര സർവീസുകൾ. പത്തനംതിട്ട പീഡനക്കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 52ആയി. വിദേശത്തുള്ള പ്രതികൾക്ക് ലുക്കൌട്ട് നോട്ടീസ് ഇന്നിറക്കിയേക്കും.